സാർ, ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഇലക്ഷൻ ട്രെൻഡിൽ നമ്മൾ ദേശീയ ട്രെൻഡുകളെ നമ്മളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ ട്രെൻഡുകളിൽ തുടക്കം മുതൽ കാണുന്ന ഒരു ഇതുണ്ട്. അതാ ഇപ്പോൾ തന്നെ LDF 1, UDF 17, NDA 2 ഇതിങ്ങനെ നിലനിൽക്കുകയാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പാർട്ടിക്കൊക്കെ വളരെ മുൻതൂക്കമുള്ള ഒരു ഭരണകൂടം കൂടെ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും LDFന് ആ ട്രെൻഡ് സ്ക്രീനിൽ 1 എന്ന് കാണിക്കുന്നത് ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, അതിനെ നയിക്കുന്ന CPMനെ സംബന്ധിച്ചിടത്തോളം, CPMനെ നയിക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുരുതരമായ ഒരു വിഷയമാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പിന്നീട് വിലയിരുത്തേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ ഒന്ന് വിലയിരുത്തുമ്പോൾ കേരളത്തിലെ ഈ NDAയുടെ 2 ലീഡ് നിലനിൽക്കുന്നത് എങ്ങനെയാണ് താങ്കൾ അതിലെ രാഷ്ട്രീയം കാണുന്നത് എങ്ങനെയാണ്? അതിലെ രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡീപ്പായിട്ട് വിശകലനം ചെയ്യേണ്ടതാണ്. അതിൽ ഇവിടുത്തെ വോട്ടർമാരുടെ ബൗദ്ധികതയുടെ ചോദ്യം ചെയ്യൽ അതിര് കടന്നുപോയി. ക്ഷമയ്ക്കുമില്ലേ ഒരു പരിധി. സോഷ്യൽ എഞ്ചിനീയറിംഗ് വരുമ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗം അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്നുള്ള ഒരുപാട് ചലനങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ഇലക്ഷൻ വരെ ഏതാനും നാളുകൾക്ക് മുമ്പ് വരെ അസ്പർശ്യമായിരുന്നു BJP അവരുടെ കാൻഡിഡേറ്റ് സെലക്ഷനിലും വളരെ മുമ്പുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. അത്തരം ഒരു കാര്യം വന്നപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് LDFലെ ഘടകകക്ഷികളുടെ നിലപാടിനെ കുറിച്ചാണ്. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഏറ്റവും കൂടുതലും ഈ NDA 2 എന്ന കേരളത്തിന്റെ ഒരു രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്നത് എന്താണ്? ഇങ്ങനെ നമ്മുടെ ഈ ട്രെൻഡ് ഇതിൽ 2 NDAക്ക് നിൽക്കുന്നു. അതായത് 2 എന്ന് പറയുന്നത് NDA എന്ന് പറഞ്ഞാൽ അത് BJP ആണ്. നമുക്കറിയാം തൃശ്ശൂരിൽ സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥിയാണ്, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരും BJP സ്ഥാനാർത്ഥിയാണ്. വളരെ സിമ്പിൾ. അപ്പൊ സിമ്പിളാണ്. അപ്പൊ ഈ 2 BJP യഥാർത്ഥത്തിൽ NDA എന്ന് എഴുതി കാണിക്കുന്നതിനേക്കാളും BJP 2 എന്നാണ് അതിനകത്ത് വരേണ്ടത്. അതാണ് വാസ്തവം. അപ്പൊ BJP 2 LDF 1 എന്ന ട്രെൻഡ് കാണുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്നത് വല്ലാത്തൊരു ചേഞ്ച് ആയിരിക്കും, വല്ലാത്തൊരു മാറ്റമായിരിക്കും. പക്ഷെ നമുക്കിപ്പോൾ ആ മാറ്റത്തെക്കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത്. ഈ 2 നിലനിൽക്കുമ്പോൾ തൃശ്ശൂരിൽ സംഭവിച്ചത് സുരേഷ് ഗോപിയെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അതുപോലെ CPMന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ടോ ആ ഒരു സുരേഷ് ഗോപിയുടെ ഈ കുതിച്ച് കയറ്റത്തിന്റെ പിന്നിൽ? സ്വാഭാവികമല്ലേ. സാധ്യമായതും ഉപയോഗിക്കാൻ പാടില്ലാത്തതും യുക്തിക്ക് നിരക്കാത്തതുമായ സകല ടൂൾസും, അതാണല്ലോ നമ്മുടെ മോഡേൺ വാക്ക്, യൂസ് ചെയ്യാവുന്ന ടൂൾസും യൂസ് ചെയ്യാൻ പാടില്ലാത്ത ടൂൾസും ഉപയോഗിച്ചപ്പോൾ അത് വോട്ടർമാരുടെ ബൗദ്ധികതയെ ചോദ്യം ചെയ്യുന്ന ലെവലിലോട്ടായി. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ സാധാരണ ഒരു വിജയമല്ല ഇപ്പം നമ്മൾ തൃശ്ശൂർ കാണുന്നത്. അതുക്കുമൊക്കെ ഒരുപാട് മേലിലാണ്. അത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ കടന്ന് എല്ലാ മേഖലയിലും തിരിച്ചടി ഉണ്ടാക്കി അവിടുത്തെ വോട്ടർമാരുടെ ഇടയിൽ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രത്യേക പാറ്റേണിലല്ല. ഇപ്പോൾ ഇതിൻ്റെ വിശകലനം നമ്മൾ നടന്നു കഴിയുമ്പോൾ, ബൂത്ത് തലത്തിൽ നടന്നു കഴിയുമ്പോൾ എല്ലായിടത്തും ഈക്വലായിട്ട് വന്നിട്ടുണ്ടാവും. അല്ലാതെ ഒരു തീരദേശമോ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമോ ഒരു ഹിന്ദു ഭൂരിപക്ഷം അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം അതാണ് പിന്നെ ലീഡിംഗ് ട്രെൻഡ് കാണിക്കുന്നത്. ഇവിടുത്തെ ഡെമോഗ്രാഫിക്കൽ ചേഞ്ചിൽ അപ്പുറം ഉള്ളൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് സംഭവിച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും ഒരു അസ്പർശ്യത മാറി. പക്ഷേ അതിനേക്കാളും നമ്മൾ കാണേണ്ടത് CPMന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണകൂടം ഈ വ്യക്തിയായിട്ട് തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ വ്യക്തിയെ വല്ലാതെ ഉപദ്രവിച്ച ഒരുപാട് ഭരണകൂട ഭീകരത പോലും അതിന്റെ ഇരയായിട്ട് മാറേണ്ടി വന്നിട്ടുണ്ട് ഈ സുരേഷ് ഗോപി എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അതും കൂടെ അതിനകത്തൊരു ഘടകമായി പ്രധാനമായിട്ടും വന്നിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. അത് അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് എക്കാലത്തും പരീക്ഷിക്കപ്പെട്ടുള്ള ഒരു തന്ത്രമാണ്. പല സ്ഥലത്തും ഇങ്ങനത്തെ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെയും. അപ്പോഴെല്ലാം വിജയിച്ചു, ഇതൊരു നല്ല മാർഗമാണെന്ന് ഒരു തോന്നലുമുണ്ടായി. അപ്പോഴും പരിണിതപ്രജ്ഞരായ വോട്ടർമാർ അവരുടേതായിട്ടുള്ള ഒരു ശൈലിയുണ്ട്. കുറേ പേര് ഇന്ന വിഭാഗത്തിന് തന്നെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കും, കുറേ പേര്. അതാണ് നമ്മുടെ കേരളത്തിലെ
ബൗദ്ധികത UDF-ന്റെയും LDF-ന്റെയും തടവറയിലായിരുന്നു എന്ന് വേണം പറയാൻ. അതാണ്, ആ തടവറയിലായിരുന്നു, അതിൽ നിന്ന് മാറിയിട്ടുണ്ടെന്ന്. അത് ആ ഡെമോഗ്രാഫിക്കൽ ചേഞ്ച് നമ്മൾ അനലൈസ് ചെയ്തില്ലെങ്കിൽ UDF-നും LDF-നും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ. ഇത് 2 സീറ്റിലെ വിജയമല്ല, ഇത് കേരളത്തിലെ മൊത്തം ഡെമോഗ്രഫിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതെ, അപ്പൊ ഈ കേരളത്തിന്റെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒരു ശേഷി പൊളിറ്റിക്കൽ ഇന്റലക്ച്വലിനോ പൊളിറ്റിക്കൽ സിഫോളജിസ്റ്റിനോ കുത്തിയിരുന്ന് പ്രബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള വിശകലനം ആവശ്യമായിട്ട് വരും. അപ്പൊ അത് LDF-നെ സംബന്ധിച്ചിടത്തോളം അത് പഠിക്കാൻ, ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കേരളത്തിന്റെ അത് പഠിക്കാൻ അവർ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ പരാജയം. മാത്രമല്ല, അതിനകത്ത് ഇതുണ്ടാക്കാവുന്ന വിസ്ഫോടനങ്ങൾ വളരെ വലുതാണ്. അത് എങ്ങനെയൊക്കെ ഉരുത്തിരിയുമെന്ന് നമ്മൾ ഇനി കണ്ടറിഞ്ഞു. ആ വിസ്ഫോടനത്തെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് വേറൊന്നും കൂടി പറയാനുള്ളത്. ഈ LDF-നകത്തുള്ള 2 ഘടകകക്ഷികളാണ് ഇപ്പോൾ ഒതുക്കപ്പെട്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാം നമുക്ക്. ഒന്ന് CPIയെ സംബന്ധിച്ചോളാം. CPIയുടെ 4 സീറ്റും ഏകദേശം തീർന്നു കഴിഞ്ഞു എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ ട്രെൻഡ് പോകുമ്പോൾ കാണുന്നത്. പോട്ടെ, അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞത് തൃശ്ശൂരാണ്. തൃശ്ശൂരും തിരുവനന്തപുരം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളും പ്രധാനമായിട്ടും വിജയിച്ചു വരും എന്നുള്ള ഉറപ്പുള്ളതുമാണ്. പന്നിയൻ രവീന്ദ്രൻ എന്ന് പറയുന്ന CPIയെ സംബന്ധിച്ചിടത്തോളം അത്ര മോശമല്ലാത്ത അത്രയും വലിയൊരു ഫിഗറാണ്. അദ്ദേഹമാണ് ഒരുപക്ഷേ 3-ാം സ്ഥാനത്തേക്ക് പോകാൻ പോകുന്നത്. അവിടെ സുനിൽകുമാർ മുൻ മന്ത്രിയാണ്, അവിടുത്തെ ജനകീയനാണെന്ന് ഇങ്ങനെ കൊട്ടിഘോഷിച്ചതാണ്. സ്വാഭാവികമായിട്ടും CPIയെ ചതിക്കുകയായിരുന്നു എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടുമല്ല എന്നെ ഞെട്ടിക്കുന്നത്. അരുൺകുമാറിന്റെ പതനം കൊടിക്കുന്നിൽ സുരേഷുമായിട്ടുള്ള യുദ്ധത്തിൽ ഇതിൽ രണ്ടിലും എന്ത് സംഭവിക്കാമെന്നുള്ളൊരു ത്രികോണ പോരാട്ടമായിരുന്നു. മറ്റടുത്ത് തീർച്ചയായിട്ടും ആന്റി ഇൻകംബൻസി അങ്ങ് അറ്റം നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. അവിടെ എങ്ങനെ അരുൺകുമാറിന് സംഭവിച്ചു എന്ന് CPI വളരെ കൂലങ്കഷമായിട്ട് ചിന്തിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ അവർ കേരള പൊളിറ്റിക്സിൽ നിന്ന് എലിമിനേറ്റഡ് ആവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം കാണിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ വിശകലനം ചെയ്യണമെന്ന് ഇടതുപക്ഷ മുന്നണി തന്നെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് പുറമെ എന്തിനായിരുന്നു മാണി കോൺഗ്രസ് ഇടതുപക്ഷ മുന്നണിയിലോട്ട് വന്നതിന്റെ ഉദ്ദേശം? അതേസമയം ക്രിസ്ത്യാനി പരാജയപ്പെട്ടോ? ഇല്ല, ക്രിസ്ത്യാനി വിജയിച്ചു. ക്രിസ്ത്യാനികളുടെ സെഗ്മെന്റലൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിയായ കേരള കോൺഗ്രസ് M അവരാണ് അതിലെ പ്രബല കക്ഷി. എത്രയോ MLA-മാരുണ്ടായിരുന്നു, പള്ളിയുമായിട്ടുള്ള അടുപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അവരിന്ന് എവിടെ നിൽക്കുന്നു? ക്രിസ്ത്യാനി വിജയിച്ചു, പാർട്ടി തോറ്റു. മാത്രമല്ല, ഈ 2 കേരള കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയൊരു നഷ്ടമാണ്, വലിയൊരു വൻ പരാജയമാണ്. നേരത്തെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന പാർട്ടിയായിട്ട് CPIയെ താങ്കൾ വിലയിരുത്തുന്നത് പോലെ കേരള കോൺഗ്രസ് മാണിയെ ഇപ്പോൾ എലിമിനേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പാർട്ടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. കാരണം 2 പാർലമെന്ററി സീറ്റുകളാണ് അവർക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ആകപ്പാടെ ഉള്ള 2 പാർലമെന്ററി സീറ്റുകൾ, അത് രാജ്യസഭാ സീറ്റ് നഷ്ടമാകുന്നു, ലോക്സഭാ സീറ്റ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു. LDF-നോട് കൂടെ ചേർന്നതിന്റെ ഒരു നേട്ടം ഇതാണ് എന്ന് അവർക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അവര് എലിമിനേറ്റ് ചെയ്യപ്പെടാൻ സാധ്യത അല്ലെങ്കിൽ അതിനുള്ള ഒരു വഴിയിലേക്കാണ് നമുക്ക് പറയാം. അതിലേറെ രസകരമായിട്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് M-ന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ സാധാരണ ജോസഫ് ഗ്രൂപ്പ് വളരാറുണ്ട്. കേരള കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു സ്ഥലം എപ്പോഴും ഒരു അത്താണിയായിരുന്നു മധ്യ തിരുവിതാംകൂർ പൊളിറ്റിക്സിൽ. ഇതുകൊണ്ട് ജോസഫ് ഗ്രൂപ്പിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? ജോസഫ് ഗ്രൂപ്പ് ചിലപ്പോൾ ജയിച്ചെന്നും ഇരിക്കും, ഒരു സീറ്റ് ഫ്രാൻസിസ് ജോർജ് ജയിച്ചെന്നും ഇരിക്കും. ജോസഫ് ഗ്രൂപ്പും ഏതാണ്ട് ഒരു വലിയ വാക്വമാണ് മധ്യ തിരുവിതാംകൂർ പൊളിറ്റിക്സ് വരുന്നത്. അതിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം വളരെ വലുതാണ്. അതേസമയം ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് എങ്ങോട്ടായിരിക്കാം ഷിഫ്റ്റ് ചെയ്യാൻ അവർക്ക് മറ്റ് പ്രൊഫഷൻ ഇല്ലാത്തടത്തോട്ട് വരും. കാരണം കേരള കോൺഗ്രസുകൾ പിന്നെ കുത്തകയായിട്ട് പറയുന്ന ആ പിന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ അവർ വളരെ ബൗദ്ധികമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. UDF ജയിക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം UDF-നും LDF-നെ തോപ്പിക്കാൻ ഉപയോഗിക്കാൻ സ്ഥലത്തെല്ലാം BJP-ക്ക് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ദേശീയ തലത്തിലും അവർക്ക് ഇപ്പോൾ നല്ല ഗ്രിപ്പാണ്. അപ്പൊ ഇത് BJP വന്നാലും ഇന്ത്യൻ അലയൻസ് വന്നാലും ക്രിസ്ത്യൻ റെപ്രസെന്റേഷൻ ഈസ് വെൽ പ്രസന്റഡ്. പക്ഷെ അവിടെ നഷ്ടപ്പെടുന്നത് ഈ 2 പാർട്ടികളും ഇല്ലാതെ അവർക്കൊരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റിയുടെ കുറവ് വരും. അതാണ് മാണിയുടെ ഉമ്മൻചാണ്ടിയുടെയൊക്കെ തിരശ്ശീലയ്ക്ക് പിന്നിലേക്കുള്ള പോക്കൽ ഒഴിഞ്ഞു കാണുന്ന ബിഗ് വാക്വം.
ഇത് തന്നെയാണ് BJP മുന്നിൽ കാണുന്നത്. അത് ഞാൻ ഈ പറയുമ്പോൾ മാണിയുടെയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയും ഇല്ലാത്ത അവസ്ഥയിൽ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്തരത്തിൽ ഇങ്ങനെ കേരള കോൺഗ്രസുകളിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അനിൽ ആന്റണിയിലേക്ക് അത് വന്ന് കയറുമോ വന്നെത്തുമോ അതിനുള്ള ഒരു ട്രെൻഡാണോ നമ്മൾ ഈ കാണുന്നത്? അനിൽ ആന്റണിയെ ഒന്നും കാണാതെ അല്ല BJP ഒരു വിജയമല്ല. അതിന്റെ മുൻപിൽ അനിൽ ആന്റണി ഒരു വിജയമല്ല. അനിൽ ആന്റണി 2ാം സ്ഥാനത്ത് വന്നാലും അനിൽ ആന്റണി വിജയിക്കുകയാണ്. കാര്യം ഭാവിയിലേക്കുള്ള ഒരു റെപ്രസെന്റേഷൻ അസ്പർശ്യത മാറി. നമുക്കും ആവാം. അവർക്കൊരു കുറവുണ്ടെന്ന് അവർ അംഗീകരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഫേസ് ഇല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇല്ല കേരള കോൺഗ്രസിന്റെ നാശങ്ങൾ കൊണ്ട്. അപ്പോൾ വരുന്നത് മാണി ഗ്രൂപ്പിന് ഇനി ഒരു തീരുമാനം എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അസ്തിത്വമില്ല. അത് ഡെഫിനറ്റ്ലി എങ്ങനെ ഉരുത്തിരിയുമെന്ന് അടുത്ത ദിനങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. അതുകൊണ്ട് പിന്നെ നമ്മുടെ CPI ഈ പറഞ്ഞ CPIയുടെ അവസ്ഥ ആരോ പറഞ്ഞ പോലെ മെലിഞ്ഞു 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 ഇല്ലാതായി എന്ന് കേട്ടിട്ടുണ്ടോ? പക്ഷെ അത് മെലിഞ്ഞതാണോ മെലിയാൻ ചെന്ന് നിന്ന് കൊടുത്തതാണോ എന്നതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് മെലിയാൻ നിന്ന് കൊടുത്തതാണ്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കുണ്ടായിരുന്ന ഒരു കസേര, അതായത് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ ആ മുഖ്യമന്ത്രി കസേരയെ വലിയ ആദർശത്തിന്റെ പേരിൽ വലിച്ചെറിഞ്ഞിട്ടാണ് LDF എന്ന് പറയുന്ന സംഗതി ഉണ്ടാക്കാനും കൂടെ ഇറങ്ങി വന്നതും അതിനുശേഷമാണ് ഇത് മെലിയാൻ തുടങ്ങിയതെന്ന് ആ പാർട്ടിക്കകത്ത് തന്നെ ഒരുപാട് ചർച്ചയുണ്ട്. ഇപ്പൊ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അങ്ങനെയുള്ള ഒരു ചർച്ച പാർട്ടിക്കകത്ത് ശക്തമാകാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ ഇതിനകത്ത് കാണുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഈ ഒരു ഇപ്പോൾ കാണുന്ന ചില ചലനങ്ങളും ഇപ്പൊ താങ്കൾ പറഞ്ഞ ആ ക്രിസ്ത്യൻ വോട്ടുകൾ പോയിന്റോട് ഇന്നത്തെ നിലയിൽ ഇപ്പോൾ CPM ശക്തമാണെന്ന് നമ്മൾക്ക് അവകാശപ്പെടുന്നതിനോടൊപ്പം CPI മെലിഞ്ഞു പോയാലും CPMന് ഒരു തിരുത്തലിന് ഉള്ള ശക്തി ഇനി ബാക്കിയുണ്ടോ എന്നും ഒരു അനലിറ്റിക്കൽ ചോദ്യമാണ്. കാര്യം എവിടെയൊക്കെയോ വിചിന്തനം നടത്തിയാൽ പോലും ശരിയാകാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കഴിഞ്ഞു. അതിന്റെ നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയട്ടെ, താങ്കൾ യോജിക്കില്ല ഉണ്ടോ എന്നല്ല, പക്ഷെ പിണറായി വിജയൻ ആയതുകൊണ്ട് അവിടെ ഒരു തിരുത്തൽ ഇനി താങ്കൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ സംസാരിക്കുന്നത് പോലെ അവിടെ ഒരു വലിയൊരു തിരുത്തൽ മാറ്റം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഭാവിയിലെ വിശകലനങ്ങള് വളരെ വളരെ ദുഷ്കരമാണ് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. അതെ, അധികാരത്തിലാണെങ്കിലും അല്ലെങ്കിൽ